നമസ്കാരം, ഇത് IBN മലയാളം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബം രംഗത്തെത്തിയിട്ടും ഒറ്റ അക്ഷരം പോലും മിണ്ടാതെ CPM ജില്ലാ നേതൃത്വം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ നവീൻ്റെ കുടുംബം അവിശ്വാസം പ്രകടിപ്പിച്ച് 2 ദിവസം പിന്നിട്ടിട്ടും പ്രതികരിക്കാതെ CPM ജില്ലാ നേതൃത്വം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം അന്വേഷണത്തിൽ മെല്ലപ്പോക്കായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സംസ്ഥാന പോലീസ് അന്വേഷണത്തെ വിശ്വാസമില്ലെന്നും സ്വതന്ത്ര കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കണമെന്നുമാണ് ഹൈക്കോടതിയിൽ നവീൻ്റെ ഭാര്യ മഞ്ജുഷ ഹർജി നൽകിയത്. എന്നാൽ CBI അന്വേഷണത്തെ എതിർത്ത് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയതോടെ ജില്ലാ കമ്മിറ്റിക്കോ ഇവിടുത്തെ CPM നേതാക്കൾക്കോ മറിച്ചൊരു അഭിപ്രായം പറയാൻ സാധിക്കാതെ വന്നു. ഇതുവരെ CPM നൽകിയ പിന്തുണ ഇരട്ടത്താപ്പായിരുന്നു എന്ന വിമർശനമാണ് കോൺഗ്രസും BJPയും ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ കുടുംബത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ച ATU സംസ്ഥാന കമ്മിറ്റി അംഗം പോലും പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ വാദം അംഗീകരിച്ചു. CPM നേതാവ് പ്രതിയായ കേസിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി പോലീസ് പ്രവർത്തിക്കുന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ADMൻ്റെ മരണത്തിന് ശേഷം ആരോപണ വിധേയയായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന PP ദിവ്യക്കെതിരെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പരസ്യമായി പലതവണ നിലപാട് സ്വീകരിച്ചിരുന്നു. വിളിക്കാതെയാണ് ദിവ്യ യോഗത്തിൽ പോയതെന്നും നവീൻ അഴിമതിക്കാരനല്ലെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയ ശേഷം പാർട്ടിതല നടപടി വൈകിയപ്പോഴും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിമർശനം ഉന്നയിച്ചിരുന്നു. അത് അവിടുത്തെ കമ്മിറ്റി ആലോചിക്കേണ്ടതല്ലേ എന്നായിരുന്നു ഉദയഭാനുവിൻ്റെ വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലയാളപ്പുഴയിലെ ADMൻ്റെ വീട് സന്ദർശിച്ച് പാർട്ടിയിലെ അവസാന വാക്ക് താനാണെന്നും പാർട്ടി കുടുംബത്തിനൊപ്പമാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുശേഷം ജില്ലാ നേതൃത്വം ദിവ്യക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചില്ല. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒക്ടോബർ 29 ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ പോലും പ്രതികരിച്ചിട്ടില്ല. ശക്തമായ നിലപാട് സ്വീകരിച്ച സർക്കാരിന് അഭിനന്ദനം അറിയിച്ചാണ് അവസാന പോസ്റ്റ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ ദിവ്യയെ അറസ്റ്റ് ചെയ്ത കാര്യവും ഇതിൽ പറയുന്നുണ്ട്. CPMൻ്റെ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ ഉദയഭാനുവിൻ്റെ വിമർശനം കാരണമായെന്ന് കഴിഞ്ഞ ആഴ്ച നടന്ന CPM പെരുന്നാട് ഏരിയ സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി PP ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത് പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാദത്തിന് ബലം പകർന്നെന്നും ഇക്കാര്യത്താൽ കൂടിയാലോചന വേണമായിരുന്നു എന്നും അഭിപ്രായങ്ങൾ ഉണ്ടായി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.